അയ്യോ 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 ഇതിപ്പോ കഴുത്തിന്റെ കൂടെ എന്റെ നടുവും കൂടി ഉളുക്കിക്കാനുള്ള പരിപാടിയാണോ? ഇത് ഞാൻ ഇപ്പോ കണ്ടുപിടിച്ച അത്യാപൂർവ മരുന്നുകൂട്ടിന്റെ എണ്ണയാണ്. ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. പച്ചില മരുന്ന് കൊണ്ട് നിങ്ങളുടെ തലയിലെ മുടിയെല്ലാം കിളിർക്കും. മനസ്സിലെ ടെൻഷനുകളെല്ലാം പെട്ടെന്ന് തന്നെ അകറ്റും. എന്റെ കയ്യിൽ മുടി വളരാനുള്ള മരുന്നുണ്ട്, ബുദ്ധി വളരാനുള്ളത് കൊണ്ട് തുമ്മലിനും ജലദോഷത്തിനുമുള്ള മരുന്നുണ്ട്. ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. കൂട്ടുകാരെ അങ്ങോട്ട് നോക്ക്. ബാലു വൈദ്യർ വല്ലാത്ത സങ്കടത്തിലാണ്. ബാലുവൈദ്യരെ എന്ത് പറ്റി? വിഷമിച്ചിരിക്കുന്ന എന്താ? എന്ത് പറ്റിയെന്ന് എന്നോട് ചോദിക്കരുത്. കൊച്ചലിയ വൈദ്യരൊന്നും ചോദിക്കണ്ടെന്നാ പറഞ്ഞു വരുന്നേ. ഒന്നും ചോദിക്കണ്ട. എന്നാ ശരി, വാ പോകാം. ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ വരൂ. നിങ്ങളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നതിലൂടെ മനസ്സിലുള്ള മരുന്ന് തോട്ടത്തിലുള്ള മാലിന്യങ്ങളെല്ലാം പോയി കിട്ടും. തലച്ചോറിനകത്തുള്ള കരിമ്പൻ തോട്ടത്തിൽ പുതിയ പൂക്കളെല്ലാം പൂത്തുവരും. ഞങ്ങളിപ്പോൾ ചോദിക്കണമെന്നാണോ ചോദിക്കേണ്ടതാണോ? നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞല്ലോ. പക്ഷേ അതിനുള്ള ഉത്തരം എന്ത് തരണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ കട മുന്നോട്ട് പോകുന്നേയില്ല. കട അല്ലെങ്കിലും മുമ്പോട്ട് പോകാറില്ല. നമ്മുടെ ചന്ദ്രൻചേട്ടന്റെ കടയുണ്ടല്ലോ, 10 വർഷമായിട്ട് ആ ഗോൾഡ് മാർക്കറ്റിൽ തന്നെയാ ഉള്ളത്, അറിയാമോ? ഇവിടെ വരൂ. നിന്റെ തലച്ചോറെന്ന കിളിക്കൂട്ടി ഒരിക്കലും ബുദ്ധി എന്ന മൈന പാടുകയില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം എന്റെ കച്ചവടം നന്നായി നടക്കുന്നില്ല എന്നാണ്. ഇതാ നോക്ക്, ആ പാനിപ്പൂരി കടക്കാരൻ പോലും സമ്പാദിക്കുന്നുണ്ട്. അത് ശരിയാണല്ലോ. ഇടയ്ക്ക് എന്റെ മനസ്സ് പോലും പറയാറുണ്ട്, വല്ല പാനിപ്പൂരി കടയും തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന്. വൈദ്യരുടെ ഐഡിയ ചെയ്താലും കൊള്ളാം, പക്ഷെ പച്ചമരുന്നുകൊണ്ടുള്ള പാനിപ്പൂരി ആര് കഴിക്കാനാ? പൂച്ചയുടെ മുഖമുള്ള കഴുതെ പാനിപ്പൂരി കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചോളവും ടിക്കയും വിൽക്കണമെന്നാണോ പറഞ്ഞു വരുന്നത്? ആളുകൾക്ക് ആയുർവേദം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നേരെ ഇങ്ങോട്ട് വരില്ലേ? പറഞ്ഞത് ശരിയാ. ബാലുവൈദ്യരുടെ ജോലി മാറ്റേണ്ട സമയമായിരിക്കുകയാണ്. സംശയമുണ്ടോ? അഥവാ ജോലി മാറ്റുന്നെങ്കിൽ പിന്നെന്തിനാ പാനിപ്പൂരി കച്ചവടം? ഒരു റെസ്റ്റോറന്റ് തുടങ്ങ്. എന്ത് റെസ്റ്റോറന്റോ? അതെ, ഈ വഴിയിലിട്ട് വിൽക്കുന്ന ഈ സാധനങ്ങളെല്ലാം റെസ്റ്റോറന്റ് തുടങ്ങിയ നമുക്ക് നല്ല വിലക്ക് വിൽക്കാം. ആഹാ, നിങ്ങൾ എന്റെ തലച്ചോറുന്ന ഭണ്ഡാരത്തിനുള്ളിൽ ഐഡിയ എന്ന നാണയത്തൊട്ടുകൾ നിറച്ചു. ഇനി ഞാനൊരു റെസ്റ്റോറന്റ് തുറക്കും. എന്റെ മനസ്സ് പറയുന്നു, നിങ്ങളെല്ലാം പൊതുതീരും വരെ കെട്ടിപ്പിടിച്ച് ഉമ്മതരണം. ഇവിടെ വരൂ കൂട്ടുകാരെ, ബാലുവൈദ്യരുടെ കൈ കിട്ടിക്കഴിഞ്ഞ പിന്നെ അയാൾ ഉമ്മ വെച്ച് എല്ലാരെയും കൊല്ലും. ഓടിക്കോ. എന്തായാലും കൊള്ളാം. ഇനി ഞാൻ പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങും. ഇവിടെ വരൂ, ഇവിടെ വരൂ പ്രിയജനങ്ങളെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കൂ. സഹോദരി സഹോദരന്മാരെ, മുത്തശ്ശി മുത്തശ്ശ, ചേച്ചി ചേട്ടാ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. വൈദ്യര് എന്തായി ചെയ്യുന്നേ? കസ്റ്റമേഴ്സിനെ വിളിച്ചു കൂട്ടുകയാണ്. ഇതേ ആയുർവേദ കടയൊന്നും അല്ല, റെസ്റ്റോറന്റാ. ബസ്സിലെ കിളികളെ പോലെ ചുമ്മാ കിടന്ന് വിളിച്ചു കൂവരുത്. സംശയമുണ്ടോ? എനിക്കിതറിയില്ല, കാരണം ഇതിനു മുമ്പ് ഞാൻ റെസ്റ്റോറന്റ് നടത്തിയിട്ടില്ല. ദേ നോക്കിയേ, താങ്കൾ വൈദ്യരാ, നിങ്ങൾക്ക് ആ ജോലി മാത്രമേ പറ്റൂ. ആ ജോലി ശരിയാവാത്തത് കൊണ്ടാണല്ലോ ഞാൻ നേരെ ഈ ജോലിയിലേക്ക് കയറിയത്. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്നെ ഒന്ന് ജോലിയിൽ സഹായിക്ക്. എന്നാ ശരി, 2-3 ദിവസം റെസ്റ്റോറന്റ് നടത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പുതിയ റെസ്റ്റോറന്റ് ആണ്. ഒരു ഡിഷ് വാങ്ങിച്ചാൽ നിങ്ങൾ 2 ഡിഷ് ഫ്രീ ആയിട്ട് കൊടുക്കണം. ഈ ഓഫർ കേൾക്കുന്ന ആൾക്കാർ എത്തിക്കൊള്ളും. ഞാൻ പച്ചമരുന്നുകൾ ഫ്രീ ആയിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പൊ പിന്നെ ഡിഷും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാം. ഇപ്പോഴാണ് താങ്കൾ ഒരു ബിസിനസ്മാനെ പോലെ സംസാരിച്ചത്. ഇനി നിങ്ങൾ എല്ലാവരും അകത്തേക്ക് വെക്കോ. കസ്റ്റമേഴ്സിനെ കൂട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. ആഹാ, പുതിയ റെസ്റ്റോറന്റ് വളരെ ഗംഭീരമാണ്. ഒരു ഡിഷിനൊപ്പം മറ്റൊരു ഡിഷ് തികച്ചും സൗജന്യം. ആഹാ, ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്കൊരു പാർട്ണറെ കിട്ടിയിരുന്നെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഡിഷ് കഴിക്കാൻ കിട്ടിയേനെ. സംശയമുണ്ടോ? ഓഫർ വളരെ ഗംഭീരമാണ്, പക്ഷെ ഭക്ഷണം എങ്ങനെ ഉണ്ടാവും? ഞാൻ കേട്ടത് ഇവിടുത്തെ ബിരിയാണി വളരെ ഗംഭീരമാണെന്നാണ്. തലശ്ശേരി ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? പിന്നെ പൊറോട്ടയും ചില്ലി ചിക്കനും വളരെ ടേസ്റ്റിയാണ്. അപ്പോ ഇവിടുത്തെ ഭക്ഷണം ടേസ്റ്റി ആണോ? ഞാനും കേട്ടിട്ടേ ഉള്ളൂ, അതുകൊണ്ടാ കഴിക്കാനായി പോകുന്നത്. നിങ്ങളും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിലും പുതിയ ആൾക്കാർക്ക് ഒരു ചാൻസ് കൊടുക്കണ്ടല്ലേ? സംശയമുണ്ടോ? ആഹാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വരൂ, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പുറത്തെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അകത്തെ കാര്യങ്ങൾ ഹണിയും പണിയും സോർദാർ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഗംഭീരമാവും. സംശയമുണ്ടോ? വെൽക്കം വെൽക്കം. സാറിന് എന്താണ് കഴിക്കാൻ വേണ്ടത്? ആലു ഗോബി, ഗോബി മട്ടർ, മട്ടർ പനീർ, പനീർ പാസ്ത, പിന്നെ പനീർ കടായി. ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല സാറേ, ഇതാ മെനു കാർഡ് ഉണ്ടല്ലോ. സോറി, ഇതിനു മുമ്പ് റെസ്റ്റോറന്റ് നടത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഒന്നും അറിയില്ല. ഓർഡർ പ്ലീസ്. 2 മിനിറ്റ് ഒന്ന് നിക്കണ്ട ആശാനെ. വയറിന് വല്ലാത്ത വേദന, ഗ്യാസ് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഹണി,
ഇവിടെ വരൂ. ഞാൻ എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യൂ. ഇത് വേഗം തന്നെ മിക്സിയിലേക്ക് ഇടൂ. ഇത് ഇത് പിന്നെതാ ഇത് പിന്നെതാ ഇതും. സോറി ഹണി, സോറി. ഇവിടെ വരൂ. ഇതാ ഞങ്ങളുടെ സ്പെഷ്യൽ ഡ്രിങ്ക്, കഴിച്ചു നോക്കൂ. നിങ്ങളുടെ അകത്തുള്ള ഗ്യാസിന്റെ ഗോഡൌൺ പെട്ടെന്ന് തന്നെ കാലിയാകും. അയ്യോ, നിങ്ങൾ എന്റെ ഭർത്താവിന് എന്താ കുടിക്കാൻ കൊടുത്തത്? ആഹാ, കൊള്ളാലോ. വയറുവേദന പെട്ടെന്ന് മാറിക്കിട്ടും. നിങ്ങൾ എന്തായാലും എനിക്ക് തന്ന ഡ്രിങ്ക് വളരെ നന്നായിട്ടുണ്ട്. ഞാനതിൽ പുതിനയും ഗ്രാമ്പൂ ഇട്ടിരുന്നു. പിന്നെ തുളസിയിലയും തേനും ചേർത്ത് മസാമ്പി ജ്യൂസിൽ മിക്സ് ചെയ്താണ് നിങ്ങൾക്ക് കുടിക്കാൻ തന്നത്. ടേസ്റ്റും ഉണ്ട്, ആരോഗ്യവും ഉണ്ടാവും. എന്തായാലും അത് കുടിച്ചപ്പോ തന്നെ എന്റെ വിമിഷ്ടം എല്ലാം മാറിക്കിട്ടി. ഇനി ഒരു ബട്ടർ ചിക്കൻ, ഒരു കടായി പനി, 4 കുത്തു പൊറോട്ട, പിന്നെ 5 ചപ്പാത്തി. എല്ലാം പെട്ടെന്ന് തന്നെ കൊണ്ടുവരൂ. ആഹാ. സർദാർ, ഇവിടെ വരൂ. വേഗം കിച്ചണിൽ ചെല്ലു. എന്നിട്ട് സാറ് പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവരൂ. അപ്പോഴേക്കും ഞാൻ മൊസാമ്പി കൊണ്ട് അടുത്ത മരുന്നുണ്ടാക്കാം. ഇതെല്ലാം കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ആവശ്യം വന്നെന്ന് വരാം. ഇതെന്തിനെ കഴുത്ത് വളച്ചു പിടിച്ച് കഴിക്കുന്നേ? എന്റെ കഴുത്താകെ ഉളുക്കിയിരിക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ട് നേരെ ആവുന്നില്ല. നന്നായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. ഡോണ്ട് വറി, ഞാനുണ്ടല്ലോ ഇവിടെ. ഹണി, ഫോളോ മീ. അയ്യോ. അയ്യോ, 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 ഇതിപ്പോ കഴുത്തിന്റെ കൂടെ എന്റെ നടുവും കൂടി ഉളുക്കിക്കാനുള്ള പരിപാടിയാണോ? ഇത് ഞാനിപ്പോ കണ്ടുപിടിച്ച അത്യാപൂർവ മരുന്നുകൂട്ടിന്റെ എണ്ണയാണ്. അയ്യോ, ഇതാ കഴിഞ്ഞു. ഇത് കൊള്ളാലോ. എന്റെ ഉളുക്കതേ മാറിക്കിട്ടേ. നന്ദി. ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ മരുന്നാണ്. ഇതാ കുടിച്ചോളൂ. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഗുണവുമുണ്ട്. 5 ഷോട്ടിൽ നിങ്ങളുടെ തുമ്മൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. അതെ, നമ്മുടെ റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. നല്ല രുചിയും നല്ല ആരോഗ്യവും. ഇവിടെ വരൂ. നീ എന്റെ ഈ റെസ്റ്റോറന്റിനെ വീണ്ടും ആയുർവേദ കടയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? വൈദ്യരെ ആ പണി ഇപ്പോഴും വിട്ടിട്ടില്ലല്ലോ. ഞാനിതിപ്പോ പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞതാ. ഇനി നോക്കിക്കോ എന്റെ ഐഡിയ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന്. താങ്കളുടെ മരുന്ന് കൊണ്ട് തന്നെ ഈ റെസ്റ്റോറന്റിനെ വിപുലീകരിക്കും. അങ്കിൾ, പല്ലിന് വല്ലാത്ത വേദന. ഏതെങ്കിലും ഹെൽത്തി ഡിഷ് ഉണ്ടോ? മോള് പോയി ടേബിളിൽ ഇരുന്നോളൂ. ഞാൻ ഷെഫിനോട് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊടുത്തേക്കാം. സ്വാദം ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവും. ചേട്ടാ, തലവേദന ഒട്ടും കുറയുന്നില്ല. കുഞ്ഞിന്റെ ഓർമ്മ ശരിക്കും നിക്കുന്നേ ഇല്ല. എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഛർദിക്കാൻ തോന്നും. എനിക്കാണെങ്കിൽ തടി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് വരൂ. നിങ്ങളുടെ നമ്പർ വരുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. മാഡം, ഈ റെസ്റ്റോറന്റിലെ ഡിഷ് കഴിക്കുന്നതുകൊണ്ട് സത്യത്തിൽ എന്തെങ്കിലും ഉപകാരമുണ്ടാകാറുണ്ടോ? അതോ എല്ലാം തട്ടിപ്പാണോ?
തട്ടിപ്പല്ല, എന്റെ മരുമോനോട് ഡിഷ് കഴിച്ച ശേഷമാണ് അവന്റെ ക്ഷീണമൊക്കെ മാറിയത്. അതെ, താൻ ആരാ? ഞങ്ങളുടെ ഡിഷുകളുടെ കാര്യത്തിൽ വെറുതെ സംശയിക്കാൻ നിൽക്കണ്ട. ബാലു വൈദ്യർ ഇതിലൂടെ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. സംശയം അയ്യോ അങ്ങനൊന്നുമില്ല സാറേ, ഇവരുടെ ഡിഷസേ നല്ല ഗുണവും ടേസ്റ്റിയുമാണ്. ഇവിടെ വരൂ. ആരാണ് നിങ്ങൾ? ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ തലച്ചോറിനുള്ളിൽ തന്റെ സംശയത്തിന്റെ വിത്തുകൾ പാകുന്നത് എന്തിനാണ്? എന്റെ തലച്ചോറിനെ വെറുതെ ചൂടാക്കുന്നത് എന്തിനാണ്? ഹലോ, ഐ ആം ശരത് ദാസ്. ഞാൻ ജസ്റ്റ് കൺഫേം ചെയ്യുകയായിരുന്നു നിങ്ങളുടെ റെസ്റ്റോറന്റിനെ കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ സത്യമോ അല്ലയോ എന്ന്. എന്താ നിങ്ങൾക്ക് എന്താ ഇത്ര സംശയം? ഇദ്ദേഹത്തിന് നിങ്ങൾ പത്മശ്രീ പുരസ്കാരം ഒന്നും കൊടുക്കാൻ പോകുന്നില്ലല്ലോ. വല്ല സമ്മാനം കൊടുക്കോ? ഇല്ലല്ലോ. സത്യത്തിൽ നിങ്ങൾക്ക് ഇത് കൺഫേം ചെയ്തിട്ട് എന്തിനാ? ഒരു ജോബ് ഓഫർ ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് സ്വന്തമായൊരു ആയുർവേദ റിസർച്ച് സെന്റർ ഉണ്ട്. മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും നല്ലൊരു വൈദ്യൻ അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആകണമെന്നാണ്. ഇവിടെ വരൂ. വേണ്ട, നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ. ഞാൻ അങ്ങോട്ട് വരാം. താങ്കളെ സ്വാഗതം ചെയ്യാനായി ഇമാജിനറി ഫ്ലവേഴ്സ് കൊണ്ടുവരാം. ഇത് വളരെ നന്നായിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഇത് സന്തോഷത്തിന്റെ ദിവസമാണ്. ഈ റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടുപോകുന്നത് എനിക്ക് പറ്റിയ പണിയല്ല. ഇനി എനിക്ക് വീണ്ടും എന്റെ പച്ചമരുന്നുകളോടൊപ്പം തന്നെ കഴിയാൻ സാധിക്കും. എനിക്ക് താങ്കളുടെ ഓഫർ സമ്മതമാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റായി തരുന്നു. നിങ്ങൾ ഉഴുന്നുവട ഉണ്ടാക്കൂ, ഞാൻ പോയി നല്ല ചൂർണ്ണ ഉണ്ടാക്കട്ടെ.